Hello, children. Let us continue with the 100 Dresses Part 2. ഇപ്പോൾ കഥ ഇതുവരെ എവിടെ എത്തിയിരുന്നു? യെസ് ചിൽഡ്രൻ, വി നോ ദിസ് ഇസ് എ സ്റ്റോറി അബൌട്ട് എ പോളിഷ് ഗേൾ ദാറ്റ് ഈസ് വോണ്ട പെട്രോൺസ്കി. അവളെ സ്കൂളിലെല്ലാവരും കളിയാക്കിയിട്ടും അങ്ങനെ അവളോട് സംസാരിക്കാതെ ഒന്ന് ഇഗ്നോർ ചെയ്ത് ഒന്നും ആരും മൈൻഡ് ചെയ്യാത്തൊരു കുട്ടിയായിരുന്നു വോണ്ട. പിന്നെ എന്തായി, വോണ്ട വന്ന് ഒരു കോമ്പറ്റീഷൻ സ്കൂളിൽ നടന്ന കോമ്പറ്റീഷനിൽ ജയിച്ചു അല്ലേ. ഷീ ഹാഡ് ഡ്രോൺ 100 ബ്യൂട്ടിഫുൾ സ്കെച്ചസ്, കറക്റ്റ്, ബ്യൂട്ടിഫുൾ ഡ്രസ്സസ് ഷീ ഹാഡ് മെയ്ഡ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഭയങ്കര സർപ്രൈസ്ഡ് ആണ്, എല്ലാവരും ഇങ്ങനെ മെസ്മറൈസ്ഡ് ആണ്. ദേ ആർ ജസ്റ്റ് ലുക്കിംഗ് ആൻഡ് വണ്ടറിങ് ഹൗ നൈസ്ലി ഷീ ഹാസ് ഡ്രോൺ ദ പിക്ചേഴ്സ് ആൻഡ് ഓൾ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇതുവരെയാണ് കഥ എത്തിയത്. ഇതിൽ നമ്മൾ കണ്ടു, ഇനി രണ്ട് കുട്ടികളെ പേര് കണ്ടു, ദാറ്റ് ഈസ് മാഡി ആൻഡ് പെഗി. പെഗി വന്ന് എവ്രിബഡി ലവ്സ് ദാറ്റ് ചൈൽഡ്, ദാറ്റ് കൈൻഡ് ഓഫ് എ ഗേൾ ഷി വാസ്. ആൻഡ് ദെൻ ഷി ഓൾവേസ് യൂസ് ടു മേക്ക് ഫൺ ഓഫ് വോണ്ട. മാഡി യൂസ് ടു ബി വിത്ത് പെഗി, ബട്ട് ദെൻ മാഡിക്ക് മനസ്സിൽ തന്നെ ഒരു സങ്കടം, ഇങ്ങനെ എന്തിനാ വോണ്ടനെ കളിയാക്കണേ, ജസ്റ്റ് ബിക്കോസ് ഷീ ഈസ് പുവർ, ദേ ഷുഡ് നോട്ട് ബി ടീസിങ് ഹർ, അങ്ങനെ ഒരു ഫീലിംഗ് മാഡീൻ്റെ മനസ്സിലുണ്ട്. ബട്ട് ദെൻ ഒരു ഫിയറുണ്ട്, അത് അവൾ പെഗിനോട് പറഞ്ഞാൽ നെക്സ്റ്റ് പെഗി അവളെ ടാർഗറ്റാക്കി അവളെ കളിയാക്കും. അപ്പോൾ അവളൊന്നും പറയുന്നില്ല. ഷീ ഈസ് നോട്ട് സ്റ്റാൻഡിങ് അപ്പ് ഫോർ വാണ്ട. That is what we saw so far. Okay, now let us see what part 2 has to tell. While the class was circling the room, the monitor from the principal's office brought Miss Mason a note. അപ്പോൾ എല്ലാ കുട്ടികളും വന്ന് ആ റൂം നമ്പർ 13 ഡിസ്പ്ലേയിൽ വെച്ച എല്ലാ പെയിൻറ്റിങ്സിനെ നോക്കി ഇങ്ങനെ, ദേ വർ ലിറ്ററലി മൂവിങ് അറൗണ്ട് ഇൻ ദ ക്ലാസ്. ദാറ്റ്സ് വൈ ദ വേർഡ് സർക്ലിങ് അറൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായി, മോണിറ്റർ വന്ന് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് നിന്ന് ഒരു നോട്ട് വന്ന് മിസ് മേസൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണ്. മിസ് മേസൺ ഇസ് ദ ടീച്ചർ. Miss Mason read it several times and studied it thoughtfully for a while. Then she clapped her hands. അപ്പോൾ ആ ലെറ്റർ വന്ന് മിസ് മേസൺ കുറേ പ്രാവശ്യം വായിക്കുന്നുണ്ട്, പിന്നെ എന്തോ ആലോചിക്കുന്നുണ്ട്, പിന്നെ വേഗം ക്ലാപ്പ് ചെയ്ത് എല്ലാവരും അറ്റൻഷൻ വിളിക്കാൻ, എല്ലാ കുട്ടികളെ ശ്രദ്ധിക്കാൻ പറയാണ്. അറ്റൻഷൻ ക്ലാസ്, എവ്രി വൺ ബാക്ക് ടു ദിയർ സീറ്റ്. അപ്പോൾ മിസ് മേസൺ എല്ലാവരോടും സ്ഥലത്തൊന്ന് സെറ്റിൽ ആവാൻ പറയാണ്. When the shuffling of feet had stopped and the room was still and quiet, Miss Mason said. അപ്പോൾ എല്ലാവരും അവരുടെ പൊസിഷൻസ് എടുക്കുമ്പോൾ ഒരു ഒച്ച ഉണ്ടാവില്ല, അതിനാ പറയുക ഷഫ്ലിംഗ് ഓഫ് ദിസ് ഫീറ്റ്. അതൊക്കെ ആ ഒച്ചയൊക്കെ നിന്ന് എല്ലാവരും മിണ്ടാതെ നിന്നപ്പോൾ മിസ് മേസൺ പറഞ്ഞു, ഐ ഹാവ് എ ലെറ്റർ ഫ്രം വോണ്ടാസ് ഫാദർ ദാറ്റ് ഐ വോണ്ട് ടു റീഡ് ടു യു. അപ്പോൾ മിസ് മേസൺ അനൗൺസ് ചെയ്ത്, വോണ്ടാൻ്റെ ഫാദറിൻ്റെ അടുത്ത് നിന്ന് വന്ന ഒരു ലെറ്ററാണിത്, ഞാനിത് എല്ലാവരുടെ മുന്നിൽ ഒന്ന് വായിക്കാൻ പോവാണെന്ന്. Miss Mason stood there a moment and the silence in the room grew tense and expectant. അപ്പോൾ മിസ് മേസൺ അത് വായിക്കാൻ റെഡി ആവാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും അത് കേൾക്കാൻ ഒരു ആകാംക്ഷയോടെ നിൽക്കുകയാണ്. അപ്പോൾ റൂമിൽ തന്നെ ഒരു എന്തായിരിക്കും ആ ലെറ്റർ, അങ്ങനെ ഒരു സംശയം, ആ ഫീലിംഗ് എല്ലാവരുടെ മനസ്സിലുണ്ട്. The teacher adjusted her glasses slowly and deliberately. Her manner indicated that what was coming, this letter from Wanda's father, was a matter of great importance. Everybody listened closely as Miss Mason read the brief note. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാൻ, മിസ് മേസൺ വന്ന് റെഡിയായി, അവൾ കണ്ണാടിയൊക്കെ റെഡിയാക്കി പിന്നെ പറയാൻ ഇങ്ങനെ തുടങ്ങുമ്പം ആ മിസ് മേസൻ്റെ പോസ്ചർ കണ്ടിട്ട് തന്നെ കുട്ടികൾക്ക് മനസ്സിലാവേണ്ടത് എന്തോ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാതോർത്ത് കേൾക്കാൻ മിസ് മേസൺ എന്താ പറയാൻ പോകുന്നത്. സോ നൗ മിസ് മേസൺ ഇസ് ഗോയിങ് ടു റീഡ് ദ നോട്ട്. ഡിയർ ടീച്ചർ, മൈ വോണ്ട വിൽ നോട്ട് കം ടു യുവർ സ്കൂൾ എനിമോർ. Jake also. Now we move away to big city. No more holler Polak. No more ask why funny name. Plenty of funny names in the big city. Yours truly, Jan Petronsky. അപ്പോൾ വാണ്ടാൻ്റെ ഫാദർ എഴുതിയ ലെറ്ററാണിത്. ദിസ് ഈസ് എ ലെറ്റർ ടു ദ ക്ലാസ് ടീച്ചർ വെർ ഹി ഈസ് സെയിങ് ദാറ്റ് ഫ്രം നൗ ഓൺവേർഡ്സ് വാണ്ട ആൻഡ് ജേക്ക്. അപ്പോൾ ചിലപ്പോൾ വാണ്ടൻ്റെ ബ്രദർ ആയിരിക്കും ജേക്ക്. അപ്പോൾ ഹി ഈസ് സെയിങ് ഫ്രം നൗ ഓൺവേർഡ്സ് വാണ്ട ആൻഡ് ജേക്ക് ആർ നോട്ട് ഗോയിങ് ടു കം ടു യുവർ സ്കൂൾ. എന്നിട്ട് അതിൻ്റെ കാരണം എന്താ പറയുന്നത്, നൗ വി മൂവ് അവേ ടു ദ ബിഗ് സിറ്റി. അവർ ഈ സ്ഥലം മാറിപ്പോവാണ്, വേറെ സിറ്റിയിലേക്ക് മാറിപ്പോവാണ്, അപ്പം അവിടുത്തെ സ്കൂളിലേക്ക് പോവും. No more holler Polak. Holler Polak means this was a nickname. Pol people ne പറയുന്ന, പോളിഷ് പീപ്പിളിന് യൂസ് ചെയ്യുന്ന ഒരു നിക്നെയിം ആയിരുന്നു അത്. അപ്പോൾ ഹിസ് ഫാദർ, Wanda's father is saying maybe they were being teased by this name, that Holler Polak.
ഹൊളർ പോലാക്ക് എന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഇവർ കണ്ടത്. ഈ സ്ഥലം വിട്ട് വേറെ ബിഗ് സിറ്റിയിലേക്ക് പോയാൽ അവിടെ ആരും ഇങ്ങനെ പറയൂല. നോ മോർ ആസ്ക് വൈ ഫണ്ണി നെയിം. അപ്പോൾ ആരും ഇനി ചോദിക്കൂല ഇങ്ങനത്തെ ഫണി പെട്രോൺസ്കി, വോണ്ട ഇതൊക്കെ അവർക്ക് ഫണി ആയിട്ട് തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ ബിഗ് സിറ്റിയിൽ പോയാൽ ആരും ഇങ്ങനെ ഒന്നും ചോദിക്കൂല. പ്ലെൻറ്റി ഓഫ് ഫണി നെയിംസ് ഇൻ ദ ബിഗ് സിറ്റി. അതെന്തിനാ? ബിക്കോസ് ബിഗ് സിറ്റിയിൽ കുറേ ആൾക്കാർ, ഇവരുടെ പോലെ കുറേ ആൾക്കാർ അവിടെ ഉണ്ടാവും. അപ്പോൾ അവിടെ കുറേ നെയിംസിൻ്റെ ഇടയിൽ ഈ നെയിം അത്ര ഫണ്ണിയും പെക്യുലറായിട്ട് തോന്നൂല. അപ്പോൾ ആ കാരണം കൊണ്ടാണ് വോണ്ടൻ്റെ ഫാദർ ആൻഡ് ഫാമിലി ദേ ആർ ലീവിങ് ദിസ് പ്ലേസ് ആൻഡ് ദേ ആർ ഗോയിങ് സംവെയർ എൽസ് ടു ദ ബിഗ് സിറ്റി ആസ് ഹി സെയിങ്. Okay, so this is the letter from Wanda's father. A deep silence met the reading of this letter. അപ്പോൾ ഈ ലെറ്റർ വായിക്കുമ്പം ഇതിൻ്റെ കൂടെ എന്തായിരുന്നു? ഒരു ഡീപ്പ് സൈലൻസ് ആയിരുന്നു. എല്ലാവരും അത്ര ശ്രദ്ധയോട് കേട്ടിരുന്നു. മിസ് മേസൺ took off her glasses, blew on them and wiped them on her soft white handkerchief. Then she put them on again and looked at the class. When she spoke, her voice was very low. അപ്പോൾ ഈ ലെറ്റർ വായിച്ച് കഴിഞ്ഞിട്ട് മിസ് മേസൺ ആ കുട്ടികൾക്ക് കുറച്ച് സമയം കൊടുക്കുകയാണ് ടു ഡൈജസ്റ്റ് വാട്ട് ദേ ഹാവ് ജസ്റ്റ് ഹേർഡ്. അപ്പോൾ മിസ് മേസൺ എന്താക്കാണ്? കണ്ണടമൊക്കെ എടുത്ത് അതിലൊക്കെ ഒന്ന് ഊതി തുടച്ച് വൃത്തിയാക്കി പിന്നെയും കണ്ണട ഇട്ട് പിന്നെ കുട്ടികളോട് ചോദിക്കാൻ, I'm sure that none of the boys and girls in room 13 would purposely and deliberately hurt anyone's feeling because his or her name happened to be a long, unfamiliar one. അപ്പം മിസ് മേസൺ ഹൗ ഷീ ഈസ് ബിഗിനിങ്, ഷീ ഈസ് സെയിങ് ഷീ ഈസ് വെരി ഷുവർ റൂം 13ൻ്റെ കുട്ടികൾ കുറച്ച് മെച്യൂർ തന്നെ ആയിരിക്കും. ദേ വുഡ് നോട്ട് ഡെലിബറേറ്റ്ലി ടീസ് എനിബഡി ജസ്റ്റ് ബിക്കോസ് ദെയർ നെയിം ഇസ് നോട്ട് ഫെമിലിയർ. That is what the fate she had in her children. I prefer to think that what was said in thoughtlessness. I know that all of you feel the way I do, that this is a very unfortunate thing to have happened. Unfortunate and sad, both. And I want you all to think about it. അപ്പോൾ ആക്ച്വലി സിറ്റുവേഷൻ തന്നെ എങ്ങനെയാണ്? എല്ലാവരും വോണ്ടനെ കാണാൻ കൊതിയോട് നിൽക്കുകയാണ്. ഇത്രയും നല്ല പ്രസൻറ്റേഷൻ ചെയ്തതിന് അവളെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നാണ് എല്ലാവരും അവിടെ നിൽക്കുന്നത്. ബട്ട് ദെൻ ദേ ആർ ഗെറ്റിംഗ് ദ ന്യൂസ് ദാറ്റ് വോണ്ട വിൽ നെവർ കം ബാക്ക് നൗ, ഷീ ഈസ് ലീവിങ് ദ പ്ലേസ്. അപ്പോൾ മിസ് മേസൺ ഇസ് ടെല്ലിങ് ദ ചിൽഡ്രൻ, ഐ ഹോപ്പ് നോബഡി ഹേർട്ട് ഹർ. ഇഫ് യു ഹവ് ഡൺ ഇറ്റ് മൈറ്റ് ബി ബിക്കോസ് ഓഫ് സം തോട്ട്ലെസ്നെസ്. നിങ്ങൾ അറിയാതെ പറഞ്ഞു പോയതായിരിക്കും. പക്ഷേ ജസ്റ്റ് ബിക്കോസ് അവളുടെ നെയിം ഇസ് ഫണ്ണി ഓർ അൺഫെമിലിയർ, ഐ ഹോപ്പ് നോബഡി വുഡ് ഹാവ് ടീസ്ഡ് ഹർ. That was the words of Miss Mason. The first period was a study period. Maddie tried to prepare her lessons, but she could not put her mind on her work. അപ്പോൾ ഈ ഫസ്റ്റ് പീരിയഡ് വന്ന് മാഡിക്ക് ഒന്നും ഇതന്നെ വാക്ക് മനസ്സിൽ വരണേ വോണ്ടനെ പറ്റിയിട്ട്. വോണ്ടനെ എല്ലാവരും ഇത്രയും ഉപദ്രവിച്ചപ്പോൾ ഇവളൊന്നും ഷി ഡിഡ്ന്റ് സ്റ്റാൻഡ് അപ്പ് ഫോർ ഹർ, ഷി ഡിഡ്ന്റ് ഹെൽപ്പ് ഹർ ഇൻ എനി വേ, ആൻഡ് ദെൻ നൗ ഷീ ഈസ് ഗോൺ, വിൽ നെവർ കം ബാക്ക്. ഈ തോട്ട്സ് തന്നെയാണ് മാഡിൻ്റെ മനസ്സ്. അപ്പോൾ ഫസ്റ്റ് പീരിയഡ് ഗോൺ വേസ്റ്റ് ലൈക്ക് ദാറ്റ്. ഷീ ഹാഡ് എ വെരി സിക്ക് ഫീലിംഗ് ഇൻ ദ ബോട്ടം ഓഫ് ഹർ സ്റ്റമക്ക്. True, she had not enjoyed listening to Peggy ask Wanda how many dresses she had in her closet, but she had said nothing. അപ്പം നൗ ഷീ ഈസ് അനലൈസിങ് ദ സിറ്റുവേഷൻ. ഇറ്റ് ഈസ് ട്രൂ, എപ്പോഴും പെഗി വോണ്ടനെ കളിയാക്കുമ്പം മാഡിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അത് ശരിയാണ്. പക്ഷെ ഇനിയൊരു ശരി എന്താണ്? അവൾ അതിനെ തടയാനും നിന്നില്ല. അതാണ് ഈ നെക്സ്റ്റ് പെയിൻഫുൾ ട്രൂത്ത്. ഷീ വാസ് എ കവേർഡ്. She had stood by silently, and that was just as bad as what Peggy had done. Maddie is thinking that പെഗി വന്ന് കളിയാക്കി, പെഗിൻ്റെ കൂടെ തന്നെ അവളും നിന്നല്ലോ, അപ്പോൾ പെഗി ചെയ്യുന്ന തന്നെ കുറ്റം ഇവൾക്കുണ്ട്. ഷീ ഹാഡ് ജസ്റ്റ് ഡൺ ആസ് മച്ച് ബാഡ് ആസ് പെഗി ഹാസ് ഡൺ. വേഴ്സ്, അവൾ പറയാനില്ല പെഗിനേക്കാളും മോശമായിരുന്നു എൻ്റെ പ്രവൃത്തി. ഷീ വാസ് എ കവേർഡ്. ഞാനൊരു ഭയങ്കര കവേർഡായിപ്പോയി. കവേർഡ് മീൻസ് തീരെ ധൈര്യമില്ലാത്ത ഒരാൾ മാതിരി ആയിപ്പോയി. At least Peggy hadn't considered they were being mean, but she, Maddie, had thought that they were doing wrong. She could put herself in Wanda's shoes. അപ്പോൾ മാഡി പറയാൻ പെഗീനെ കുറ്റം പറയാൻ പറ്റില്ല. പെഗി റിയലൈസ് തന്നെ ചെയ്തിട്ടില്ല അവൾ ചെയ്യുന്നത് തെറ്റാണെന്ന്. ബട്ട് മാഗി വന്ന് റിയലൈസ് ചെയ്തിരുന്നു, എന്നിട്ടും അവൾ അതിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവളാണ് കൂടുതൽ വേഴ്സായിട്ടുള്ളത്. So she is feeling very bad about it, and she could feel that ഞാൻ വോണ്ടൻ്റെ സ്ഥാനത്ത് നിന്ന് എന്തായിരിക്കും അവളുടെ മനസ്സിലെ അവസ്ഥ, അതെനിക്ക് മനസ്സിലായിട്ടും ഞാൻ അവളെ ആ അവസ്ഥയിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ ഒന്നും ചെയ്തില്ല. So she was really feeling very bad, Maddie. Goodness, wasn't there anything she could do? If only she could tell Wanda she hadn't meant to hurt her feelings.
അപ്പം ഇപ്പോൾ മാഡി ആലോചിക്കുകയാണ്, ഭയങ്കര കഷ്ടമായി പോയല്ലോ. ഇപ്പോൾ ഒരു പ്രാവശ്യം വോണ്ടനെ കണ്ടിട്ടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഞങ്ങൾ അങ്ങനെ തന്നെ ഫീലിങ്സ് ഹേർട്ട് ചെയ്യണമെന്നൊന്ന് വിചാരിച്ചിട്ടല്ല പറഞ്ഞേ. അങ്ങനെ ഒരു ഇതിൽ വന്നെത്തിയാൽ പിന്നെ ഒരു സമാധാനമായിരുന്നു. അങ്ങനെ മാഡി ആലോചിക്കാൻ. She turned around and stole a glance at Peggy. But Peggy did not look up. She seemed to be studying hard. അപ്പോൾ മാഡി തിരിഞ്ഞ് നോക്കി പെഗി എന്താ ചെയ്യുന്നത്. പക്ഷെ പെഗി നോക്കിയില്ല. പെഗി പഠിക്കുകയായിരുന്നു. സ്റ്റഡി പീരീഡ് അല്ലേ. ഷി വാസ് സ്റ്റഡിങ് ഹാർഡ്. വെൽ, whether Peggy felt badly or not, മാഡി ഹാഡ് ടു ഡു സംതിങ്. അപ്പോൾ മാഡി ആലോചിക്കുകയാണ്, ഇനി പെഗിക്ക് ഇഷ്ടപ്പെടണോ ഇല്ലേ, ബട്ട് ദെൻ എന്തെങ്കിലും ഒന്ന് ചെയ്തിരിക്കണം. She had to find Wanda Petronsky. Maybe she had not yet moved away. അപ്പോൾ മാഡി ആലോചിക്കുകയാണ്, പെഗിക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ, എന്തെങ്കിലും ഇപ്പോൾ ഒരു കാര്യം ചെയ്തിരിക്കണം. വോണ്ടനോട് പോയി സോറിയോ അറ്റ്ലീസ്റ്റ് വി ഡിഡ്ന്റ് മെൻ ടു ഹേർട്ട് യു അങ്ങനത്തെ വേർഡ്സ്, ഒരു സമാധാനപ്പെടുത്തുന്ന കുറച്ച് വേർഡ്സ് എങ്കിലും വോണ്ടനോട് പറയണം. അപ്പം മാഡി ഈസ് തിങ്കിങ് പെഗിക്ക് ഇത് ഇഷ്ടമുണ്ടോ ഇല്ലേ, ബട്ട് ദെൻ ഷീ ഈസ് ഗോയിങ് ടു ഫൈൻ വോണ്ട. അപ്പോൾ മാഡീൻ്റെ മനസ്സിൽ വന്നത് എന്താണ്, അവർ മൂവ് ചെയ്യാനെന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, ചിലപ്പോൾ ഇതുവരെ മൂവ് ചെയ്തിട്ടുണ്ടാവില്ല. Maybe she had not yet moved away. Maybe Peggy would climb the heights with her and they would tell Wanda she had won the contest, that they thought she was smart and the 100 dresses were beautiful. അപ്പോൾ മാഡി ഒരു പ്ലാൻ മനസ്സിലുണ്ടാക്കി. പെഗിനോട് പറയുക, പെഗിനോട് കൂട്ടിയിട്ട് ആ ബോഗിൻ ഹൈറ്റ്സിലേക്ക് പോവാം. ബോഗിൻ ഹൈറ്റ്സിലല്ല അവർ താമസിക്കുന്ന വോണ്ട. അപ്പോൾ വോണ്ടൻ്റെ വീട്ടിലേക്ക് പോയി വോണ്ടനോട് പറയണം, നീ ആ കോൺടെസ്റ്റ് ജയിച്ച് എൻ്റെ 100 ഡ്രസ്സസ് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു, വി ഓൾ അപ്രീഷിയേറ്റഡ്, അങ്ങനെയൊക്കെ ഒരു നല്ല വാക്ക് വോണ്ടനോട് പറയുന്നു അവൾ ഫീൽ ചെയ്തു. When school was dismissed in the afternoon, Peggy said, with pretended casualness, "Hey, let's go and see if that kid has left town or not." അപ്പോൾ സ്കൂൾ കഴിഞ്ഞതിൻ്റെ ശേഷം പെഗി ഫസ്റ്റ് മാഡിനോട് വന്ന് പറയാണ്, പ്രിറ്റൻഡഡ് കാഷ്വൽനെസ്സിൻ്റെ അർത്ഥം എന്താ, കാഷ്വലി ഒന്ന് ആലോചിക്കാതെ നമ്മൾ കാഷ്വലി പറയുമല്ലോ, അതിനെ പറയാം കാഷ്വൽനെസ്. ആൻഡ് പ്രിറ്റൻഡഡ് മീൻസ് അവളത് ആക്ട് ചെയ്യാണ്. ആക്ച്വലി അവൾ അത്രയും പ്ലാൻ ചെയ്തിട്ടാണ് ഈ വാക്ക് പറയുന്നത്. പക്ഷെ കാഷ്വലി ഒരു പ്ലാനിങ് ഇല്ലാത്ത മാതിരി പറഞ്ഞ മാതിരിയാണ് അവൾ ആക്ട് ചെയ്ത് പറയുന്നത്. ഹേ, ലെറ്റ്സ് ഗോ ആൻഡ് സീ ഇഫ് ദാറ്റ് കിഡ് ഹാസ് ലെഫ്റ്റ് ടൗൺ ഓർ നോട്ട്. അപ്പോൾ അവളെ മനസ്സിലും ഇത്ര നേരം ആ കുറ്റബോധം വന്നിട്ടുണ്ടാവും പെഗീൻ്റെ മനസ്സിൽ. അതുകൊണ്ട് ഷീ ഓൾസോ വാണ്ട്സ് ടു ഗോ ആൻഡ് മീറ്റ് വോണ്ട. സോ നൗ ഷീ ഈസ് ഗോയിങ് ആൻഡ് ടെല്ലിങ് ടു മാഡി, വാ നമുക്ക് പോവാം, ആ വോണ്ടനെ കാണാൻ പോവാം, അവൾ സ്ഥലം വിട്ടോ ഇല്ലേ നോക്കാൻ പോവാന്ന്. So Peggy had the same idea. Maddie glowed. Peg was really all right. അപ്പം മാഡിക്ക് മനസ്സിലായി, അപ്പോൾ മാഡീൻ്റെ മനസ്സിൽ ഓടുന്നതൊക്കെ പെഗിക്കും തോന്നിയിട്ടുണ്ട്. അതാണ് പെഗി വന്ന് ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത്. അപ്പോൾ മാഡിക്ക് സന്തോഷമായി. എനിവേ ഷീ വാസ് ഓൾസോ പ്ലാനിങ് ടു ഗോ ടു മീറ്റ് വോണ്ട. The two girls hurried out of the building up the street towards Boggin's Height, the part of the town that wore such a forbidding air on this kind of a November afternoon, drizzling, damp and dismal. അപ്പോൾ ഓരോ ബോഗിൻ ഹൈറ്റ്സിലേക്ക് പോയി. അവിടെയാണ് വോണ്ടാൻ്റെ വീടുള്ളത്. അപ്പോൾ അവർ അവിടെ പോകുമ്പോൾ തന്നെ അത് ആ സ്ട്രീറ്റിൽ തന്നെ ഒരു നെഗ്ലക്റ്റഡ്, ആരും കാണാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലം. ഓക്കെ, അപ്പോൾ ഒരു നവംബർ ആഫ്റ്റർനൂണാണ്. ഡ്രിസ്ലി മീൻസ് ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്, ഡാമ്പാണ്, എല്ലായിടത്തും ഇങ്ങനെ വെള്ളം തങ്ങി നിൽക്കുന്ന പോലെ അങ്ങനത്തെ ഒരു സ്ഥലം. Well, at least, said Peggy gruffly, I never did call her a foreigner or make fun of her name. I never thought she had the sense to know we were making fun of her anyway. I thought she was too dumb and gee, look how she can draw. പെഗി പറയാണ്, ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്, അവളുടെ പേര് അൺഫെമിലിയർ ആണെന്ന് പറഞ്ഞ് അവളൊരു പോളിഷ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും ആരും അവളെ കളിയാക്കിയില്ല. പെഗി അവളെ കളിയാക്കിയിട്ടില്ല, അതൊരു സമാധാനമാണ്. പെഗി വിചാരിച്ചത് എന്താ, അവൾ അത്രയും ഒരു ഡമ്മായിട്ടുള്ള ഒരു കുട്ടിയാണ്, നമ്മൾ കളിയാക്കുന്നത് വരെ അവൾക്ക് മനസ്സിലാവില്ല നമ്മൾ അവളെ കളിയാക്കാണെന്ന് എന്ന പെഗീൻ്റെ അഭിപ്രായം വോണ്ടനെ പറ്റി. ബട്ട് ദെൻ നൗ ഷീ സോ സർപ്രൈസ്ഡ്, wow, but then she can draw so well. That is really surprising for Peggy. Maddie could say nothing. All she hoped was that they would find Wanda. അപ്പോൾ ഇതിനൊക്കെ മാഡി ഒന്നും പറഞ്ഞില്ല. But then she was really feeling and wanting to find Wanda. She wanted to tell her that they were sorry they had picked on her and how wonderful the whole school thought she was, and please not to move away and everybody would be nice. She and Peggy would fight anybody who was not nice.
അപ്പോൾ ഇപ്പോൾ മാഡീൻ്റെ മൈൻഡ് സെറ്റ് എന്താണ്, എങ്ങനെയെങ്കിലും വോണ്ടനെ കാണണം, എന്നിട്ട് അവളോട് പറയണം ഈ ഫുൾ സ്കൂൾ എന്നെ അത്രയും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, പ്ലീസ് ഡോണ്ട് ലീവ് ദ സ്കൂൾ, ഇനി ആരും എന്നെ കളിയാക്കൂല, അത് നമ്മൾ ഉറപ്പെടുക്കുക, ഇനി ആരെങ്കിലും എന്നെ കളിയാക്കാനെങ്കിൽ ഞാനും പെഗി വന്ന് തടഞ്ഞ് അവരെ സ്റ്റോപ്പാക്കും. അപ്പോൾ ആ പ്ലാൻസൊക്കെയാണ് മാഡീൻ്റെ മനസ്സിൽ വരുന്നത്. The two girls hurried on. They hoped to get to the top of the hill before dark. I think that's where the Petronskis live, said Maddie, pointing to a little white house. അപ്പോൾ അവിടെ ഒരു കയറിപ്പോയി വേഗം ഇരുട്ടാവുന്നതിന് മുന്നേ ഓളെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുന്ന് മാതിരിയുള്ള ഒരു സ്ഥലമായിരിക്കും. അപ്പോൾ അവരവിടെ കയറി അവരൊരു വൈറ്റ് ഹൗസ് കണ്ടപ്പോൾ മാഡി പറഞ്ഞു എനിക്ക് തോന്നുന്നു അവിടെയാണ് അവളുടെ താമസം, അവിടെ ആയിരിക്കും എന്ന്. Wisps of old grass stuck up here and there along the pathway like thin kittens. The house and its sparse little yard looked shabby but clean. It reminded Maddie of Wanda's one dress, her faded blue cotton dress, shabby but clean. അപ്പോൾ ആ വീടിനെ നോക്കുമ്പോൾ എന്താ വീടിനെ പറ്റിയിട്ട് പറയാൻ, അതിൻ്റെ ഷാബി മീൻസ് ഒന്നും ശരിക്കും ഒതുക്കി വെച്ചിട്ടില്ല, ബട്ട് ദെൻ ക്ലീൻ ആണ്. ഓക്കെ, ഷാബി മീൻസ് ഒരു സ്ഥലത്തിലില്ല, അതാതിൻ്റെ സ്ഥലത്തിലില്ല, അതിനോട് അതിനെ ഷാബി എന്ന് പറയുന്നത്. ബട്ട് ദെൻ എല്ലാം വൃത്തിയായിട്ടുണ്ട്, വൃത്തിയേടായിട്ടില്ല. ഓക്കെ, അപ്പോൾ വോണ്ടൻ്റെ വീടും വോണ്ടൻ്റെ ഡ്രസ്സിൻ്റെ ഓർമ്മ വന്ന മാഡിക്ക്. വോണ്ടൻ്റെ ഡ്രസ്സും അങ്ങനെ ആയിരുന്നു, ഓൾഡാണ്, ഷാബിയാണ്. ഷാബി മീൻസ് അയൺഡ് അല്ലാത്ത, പ്രസ് ചെയ്യാത്ത ഡ്രസ്സാണ്, ബട്ട് ദെൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓക്കെ, അപ്പോൾ വോണ്ടൻ്റെ ഡ്രസ്സിൻ്റെ പോലെ തന്നെ ഉണ്ട് ഈ വീടിൻ്റെ പരിസരവും. There was not a sign of life about the house. Peggy knocked firmly on the door, but there was no answer. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരാളില്ല പോലെ കാണുന്നില്ല, ഒരൊറ്റ ആളില്ലാത്ത മാതിരിയാണ് അവിടെ. എന്നിട്ട് പെഗി വന്ന് ആ വാതിൽ ഉറക്കം മുട്ടിയിട്ട്, പക്ഷേ നോ ആൻസർ ഫ്രം ദ അതർ എൻഡ്. ഷീ ആൻഡ് മാഡി വെൻറ്റ് അറൗണ്ട് ടു ദ ബാക്ക് യാർഡ് ആൻഡ് നോക്ക് ദേർ. സ്റ്റിൽ ദെയർ വാസ് നോ ആൻസർ. അപ്പോൾ മാഡിയും പെഗിയും ബാക്കിലൊക്കെ പോയി ബാക്ക് ഡോറും നല്ല മുട്ടി നോക്കി, ഒരു ആൻസറും വരുന്നില്ല. അപ്പോൾ ദാറ്റ് മീൻസ് വോണ്ട മസ്റ്റ് ഹാവ് മൂവ്ഡ് ഔട്ട് ഫ്രം ദെയർ. There was no doubt about it. The Petronskis were gone. How could they ever make amends? അപ്പം ഇപ്പം മനസ്സിലായി പെട്രോൺസ്കീസ് പോയി, ഇനി അവിടെ ആരും ഇല്ല, ഇനി എങ്ങനെയാണ് അവർ ചെയ്ത തെറ്റിനെ ശരിയാക്കുക? അല്ല, ഇവരിപ്പം വോണ്ടനെ കണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വോണ്ടക്ക് എത്ര ഹാപ്പിനെസ് ആവൂലേ? അപ്പോൾ ആ വോണ്ട അവരെന്തായാലും ക്ഷമിച്ചിരിക്കും. അവളെ ഇത്ര ദിവസം അവർ കുറ്റപ്പെടുത്തിയതും കളിയാക്കിയതും ഒക്കെ വോണ്ട ക്ഷമിക്കൂല. ഇങ്ങനത്തെ ഒരു ജെസ്ചർ, വോണ്ടനെ തിരക്കി വീട്ടിൽ വരെ വന്ന് എന്നിട്ട് എൻ്റെ ഡ്രസ്സസ് നീ വരച്ചതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ വോണ്ട വുഡ് ബി സോ ഹാപ്പി. അപ്പോൾ അങ്ങനെ ഈ കേസിനെ അവർ സോൾവ് ചെയ്യാമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്, മാഡിയും പെഗിയും. അവർ കുറ്റബോധം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ബട്ട് ദെൻ ഇപ്പോൾ വോണ്ട അവിടെ ഇല്ല, അപ്പോൾ എങ്ങനെ ഒരു സൊല്യൂഷൻ എത്താൻ കഴിയുന്നില്ലല്ലോ. They turned slowly and made their way back down the hill. അപ്പോൾ അവർ തിരിച്ച് ഇറങ്ങി വരാൻ തുടങ്ങി. Well, anyway, said Peggy, she's gone now, so what we can do? Besides, when I was asking her about all her dresses, she probably was getting good ideas for her drawings. She might not even have won the contest otherwise. അപ്പോൾ തിരിച്ച് വരുമ്പോൾ പെഗി ഇങ്ങനെ പറയാം, ഇനിയിപ്പോൾ അവൾ പോയില്ലേ, ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പിന്നെ അവൾ സ്വയം കൺസോളാക്കാണ്. ഞാൻ ഇത്ര പ്രാവശ്യം അവളോട് ഡ്രസ്സസിനെ പറ്റിയിട്ട് ചോദിച്ചപ്പോഴായിരിക്കും അവൾക്ക് ഇങ്ങനെ 100 ഡ്രസ്സ് വരയ്ക്കാനുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടാവുക, ഇല്ലെങ്കിൽ അവൾ സ്വയം വരച്ചിട്ടും ഉണ്ടാവില്ല. അപ്പം ഷീ ഈസ് ഗിവിങ് ഹെർസെൽഫ് സം ക്രെഡിറ്റ് ടു വോണ്ടേഴ്സ് സക്സസ്. ഓക്കെ, വാട്ട് പെഡി ഈസ് സെയിങ്, ഞാൻ പറഞ്ഞതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെ 100 ഡ്രസ്സസ് മെനക്കെട്ട് വരച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവൾ ഇത്രയൊന്നും വരച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതിലൊരു ഷീ ഈസ് ട്രൈ ടു കൺസോൾ ഹെർസെൽഫ്. Maddie turned this idea carefully over in her head, for if there were anything in it, she would not have to feel so badly. But that night she could not get to sleep. അപ്പോൾ ഈ പറഞ്ഞ കാര്യം മാഡി ആലോചിച്ച്, ഇത് ശരിയാണെങ്കിൽ പിന്നെ അവർ അത്ര സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അവരെ കൊണ്ടാണ് വോണ്ട അത്രയും ഡ്രസ്സസും വരച്ചത്, പിന്നെ അതുകൊണ്ടാണ് എല്ലാവരും വോണ്ടനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പോയത്. ഇപ്പോൾ ഇവരെ കൊണ്ടാണ് അങ്ങനത്തെ ഒരു ഐഡിയ ശരിയാണെങ്കിൽ ഇവർക്ക് ആ ബാഡ് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മാഡി ആ ഐഡിയ അങ്ങനെ ആലോചിക്കുന്നുണ്ട്, പക്ഷേ എവിടെ നിന്ന് ആലോചിച്ചിട്ടും അതൊരു ശരിയിലേക്ക് എത്തുന്നില്ല. അപ്പോൾ അന്നത്തെ രാത്രി മാഡിക്ക് തീരെ ഉറക്കം കിട്ടുന്നില്ല. She thought about Wanda and her faded blue dress and the little house she had lived in. And she thought of the glowing picture those 100 dresses made, all lined up in the classroom. At last, Maddie sat up in the bed and pressed her forehead tight in her hands and really thought.
അപ്പോൾ മാഡീൻ്റെ മനസ്സിൽ ഫുള്ള് വോണ്ടനെ പറ്റിയിട്ട് തന്നെ വരുന്നത്. വോണ്ടൻ്റെ ആ ഫേഡഡ് ബ്ലൂ ഡ്രസ്സും വോണ്ടൻ്റെ ആ വൈറ്റ് ഹൗസും പിന്നെ പെട്ടെന്ന് വോണ്ട ഉണ്ടാക്കിയ ആ പിക്ചേഴ്സ് ഫുൾ ക്ലാസ് റൂമിൽ ഇങ്ങനെ ഡിസ്പ്ലേയിൽ വെച്ചതും അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വരുന്നു. അപ്പോൾ പെട്ടെന്ന് മാഡി നീച്ചിരിക്കുകയാണ്. എന്നിട്ട് അവളുടെ തല വന്ന് ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചവൾ ആലോചിക്കുകയാണ്. This was the hardest thinking she had ever done. After a long time, she reached an important conclusion. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് അവൾ ഇത്രയും ആലോചിക്കുന്നത്. എന്നിട്ട് കുറേ ആലോചിച്ചതിൻ്റെ ശേഷം അവളൊരു കൺക്ലൂഷനിലേക്ക് എത്തി. ഷീ വാസ് നെവർ ഗോയിങ് ടു സ്റ്റാൻഡ് ബൈ ആൻഡ് സേ നത്തിങ് അഗൈൻ. അപ്പോൾ ഷീ ഡിസൈഡഡ്, ഇനി ഞാൻ ഇങ്ങനത്തെ ഒരു കളിയാക്കുന്ന പരിപാടിയിലേക്ക് ഞാൻ ഒത്തു നിൽക്കൂല. ഞാൻ നെവർ ഗോയിങ് ടു സ്റ്റാൻഡ് ബൈ, ഞാൻ മുണ്ടാതെ നിൽക്കൂല. ഐ വിൽ സ്റ്റോപ്പ്. ഓക്കെ, ഐ വിൽ നോട്ട് ആൻഡ് സേ നത്തിങ് അഗൈൻ. നത്തിങ് പറയാതെ നിൽക്കൂല, എന്തെങ്കിലും പറഞ്ഞ് തടസ്സം വരുത്തും. If she ever heard anybody picking on someone because they were funny looking or because they had strange names, she did speak up. അപ്പോൾ അവരുടെ മൈൻഡ് മേഡപ്പ് ചെയ്ത്, ഇനി ആരെങ്കിലും, ഇനിയിപ്പോൾ വോണ്ടന് ഒന്നും ചെയ്യാൻ പറ്റില്ല, വോണ്ട പോയല്ലോ, ഇനി ആരെങ്കിലും ഇങ്ങനെ വേറെ കുട്ടികൾ അവരുടെ പേര് ശരിയില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് കളിയാക്കാനെങ്കിൽ അവൾ സൈലൻറ്റ് വാച്ചർ ആവില്ല. ഷീ വിൽ സ്പീക്ക് അപ്പ് ഈവൻ ഇഫ് ഇറ്റ് മെൻറ്റ് ലൂസിങ് പെഗീസ് ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ പെഗീസ് ഫ്രണ്ട്ഷിപ്പ് വാസ് സംതിങ് ഷീ ട്രഷേർഡ് സോ മച്ച്. അല്ല, അവൾക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇത്രയും നല്ലൊരു കുട്ടി, എല്ലാവർക്കും ഇഷ്ടമുള്ള കുട്ടി, ഇപ്പോൾ മാഡീൻ്റെ ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പും ഒരു വിട്ട് കൊടുക്കേണ്ട അവസ്ഥ വന്നാൽ അവൾ അത് വിടും. അവൾ ഇങ്ങനെ മറ്റാളെ ഇങ്ങനെ കളിയാക്കുന്നത് നോക്കി നിൽക്കൂല. ഷീ വിൽ സ്പീക്ക് അഗെയിൻസ്റ്റ് ഇറ്റ്. സോ മാഡി മെയ്ഡ് അപ്പ് ഹർ മൈൻഡ്, even if it meant losing Peggy's friendship. She had no way of making things right with Wanda, but from now on, she would never make anybody else that unhappy again. അപ്പോൾ മാഡി കൺസോൾ ചെയ്ത്, ഇനി വോണ്ടൻ്റെ സിറ്റുവേഷൻ നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, വോണ്ട പോയല്ലോ. പക്ഷേ ഇനിയും എല്ലാവർക്കും വോണ്ടൻ്റെ അവസ്ഥ വേറെ ഒരു കുട്ടിക്ക് ഇവർ കാരണം വരരുത്, അത് മാഡിക്കൊന്ന് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ മാഡി ഈസ് ഡിസൈഡിങ് ഓൺ ദാറ്റ്. On Saturday, Maddie spent the afternoon with Peggy. They were writing a letter to Wanda Petronsky. It was just a friendly letter telling about the contest and telling Wanda she had won. They told her how pretty her drawings were. അപ്പോൾ ഇനി സാറ്റർഡേത്തെ കാര്യമാണ് പറയുന്നത്. സാറ്റർഡേ എന്താ ചെയ്യുന്നത്, പെഗിയും മാഡിയും വോണ്ടയ്ക്ക് ഒരു ലെറ്റർ എഴുതാണ്. ആ ലെറ്ററിൽ അങ്ങനെ സോറി അപ്പോളജി ഒന്നും എഴുതുന്നില്ല. അവരെന്താ എഴുതുന്നത്, ഇവിടെ കോൺടെസ്റ്റ് നടന്നതിൽ നീ വിന്നറാണ്. ബിക്കോസ് വോണ്ട കുഡ് നോട്ട് ഹിയർ നോ ഹൂ ദ വിന്നർ വാസ്. അപ്പോൾ വോണ്ടനെ ഇൻഫോം ചെയ്യാൻ, എൻ്റെ ഡ്രസ്സസ് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു, നീ വിന്നറാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു കത്ത് എഴുതാണ്. ആൻഡ് ദേ ആസ്ക്ഡ് ഹർ ഇഫ് ഷീ ലൈക്ഡ് വെയർ ഷീ വാസ് ലിവിങ് ആൻഡ് ഇഫ് ഷീ ലൈക്ഡ് ഹർ ന്യൂ ടീച്ചർ. പിന്നെ അവർ ആ ലെറ്ററിൽ ചോദിക്കാൻ, നീ ഇപ്പം നീ താമസിക്കുന്ന സ്ഥലം എനിക്ക് പുതിയ സ്ഥലമല്ല, അത് എനിക്ക് ഇഷ്ടമായോ, എൻ്റെ പുതിയ ടീച്ചർ എനിക്ക് ഇഷ്ടമായോ. ദേ ഹാഡ് മെന്റ് ടു സേ ദേ വർ സോറി ബട്ട് ഇറ്റ് എൻഡഡ് അപ്പ് വിത്ത് ദെയർ ജസ്റ്റ് റൈറ്റിംഗ് എ ഫ്രണ്ട്ലി ലെറ്റർ, ദ കൈൻഡ് ദേ വുഡ് ഹാവ് റിട്ടൺ ടു എനി ഗുഡ് ഫ്രണ്ട് ആൻഡ് ദേ സൈൻഡ് ഇറ്റ് വിത്ത് ലോട്ട്സ് ഓഫ് എക്സസ് ഫോർ ലവ്. ഇത് വന്ന് അവർ തുടങ്ങിയത് ഒരു സോറി ലെറ്റർ എഴുതണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. ബട്ട് ദെൻ അവരൊരു സോറി ലെറ്റർ എഴുതാതെ ഒരു ഫ്രണ്ട്ലി ലെറ്റർ എഴുതി. ഇപ്പോൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഒരു സ്ഥലം മാറി വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ അന്വേഷിച്ച് ഇവിടുത്തെ വിവരങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതുന്ന മാതിരി അങ്ങനത്തെ ഒരു ലെറ്ററാണ് അവർ എഴുതിയത്. ദേ മെയിൽഡ് ദ ലെറ്റർ ടു ബോഗിൻസ് ഹൈറ്റ്സ് റൈറ്റിംഗ് പ്ലീസ് ഫോർവേഡ് ഓൺ ദ എൻവലപ്പ്. അപ്പോൾ ബോഗിൻസ് ഹൈറ്റ്സിൻ്റെ അഡ്രസ്സിലേക്ക് മെയിൽ ചെയ്ത്, എന്നിട്ട് പ്ലീസ് ഫോർവേഡ് മീൻസ് അവിടെ ആർക്കെങ്കിലും അത് കിട്ടുമ്പം ഈ പെട്രോൺസ്കി പേര് കേട്ടാൽ അവർക്ക് അറിയാമല്ലോ അവർ എവിടെ മാറിപ്പോയത്. അപ്പോൾ പ്ലീസ് ഫോർവേഡ് എന്ന് എഴുതിയാൽ അവരുടെ അഡ്രസ്സിലേക്ക് ഫോർവേഡ് ചെയ്തോളൂ. Days passed and there was no answer, but the letter did not come back, so maybe Wanda had received it. അപ്പോൾ ഇവരുടെ അഡ്രസ്സും സെൻറ്റേഴ്സ് അഡ്രസ്സും എഴുതിയിട്ടല്ലേ പാസ് ചെയ്യുക. അപ്പോൾ അത് അവിടെ ഫോർവേഡ് പോയില്ലെങ്കിൽ സെൻറ്ററിന് തിരിച്ച് കിട്ടും. ഇപ്പോൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇവർക്ക് ആ ലെറ്റർ തിരിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ അവരെന്താ കൺക്ലൂഡ് ചെയ്തത്, മേ ബി വോണ്ട ഹാസ് റിസീവ്ഡ് ദ ലെറ്റർ. Perhaps she was so hurt and angry she was not going to answer. You could not blame her. അപ്പോൾ അവർ തിങ്ക് ചെയ്യാൻ, വോണ്ടക്ക് ലെറ്റർ കിട്ടിയിട്ടും ചിലപ്പോൾ അവരിൽ അത്രയും ആംഗ്രിയോ ഹേർട്ടോ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അവൾ റിപ്ലൈ അയക്കാത്തത്. വീക്സ് വെൻ ബൈ ആൻഡ് സ്റ്റിൽ വോണ്ട ഡിഡ് നോട്ട് ആൻസർ.
Peggy had begun to forget the whole business, and Maddie put herself to sleep at night making speeches about Wanda, defending her from great crowds of girls who were trying to tease her with, "How many dresses have you got?" And before Wanda could press her lips together in a tight line the way she did before answering, Maddie would cry out, "Stop!" Then everybody would feel ashamed the way she used to feel. ഇതുവരെ വോണ്ടൻ്റെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ കുറച്ചിങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ട് മറക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പെഗി ചെറുതായിട്ട് മറക്കാൻ തുടങ്ങിയിരുന്നു. ബട്ട് ദെൻ മാഡി വന്ന് എന്നും രാത്രി ഇങ്ങനെ ഇതന്നെ ആലോചിച്ച് കിടക്കുമ്പം ഓളിങ്ങനെ ആ സീൻ തന്നെ ആലോചിക്കുകയാണ്. അപ്പോൾ ഓളിങ്ങനെ സ്പീച്ചൊക്കെ പറയുന്ന മാതിരി. അപ്പോൾ ആ പിക്ചർ അവളെ മനസ്സിലെങ്ങനെ വരുന്നില്ല. കുറേ കുട്ടികളുണ്ട്, എല്ലാവരും കളിയാക്കാൻ വോണ്ടനെ. എന്നിട്ട് വോണ്ടൻ്റെ എത്ര ഡ്രസ്സ് ഉണ്ട് അങ്ങനെയൊക്കെ എല്ലാവരും ചോദിക്കുകയാണ്. അപ്പോൾ വോണ്ട എപ്പോഴും ആ ആൻസർ പറയുന്നതിന് മുന്നേ അവളെ ലിപ്സിനെ ടൈറ്റാക്കി ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പിന്നെ പറയലാണ് ആൻസർ. അപ്പോൾ മാഡി അതൊക്കെ ഇമാജിൻ ചെയ്യാൻ എല്ലാവരും ഇങ്ങനെ കളിയാക്കുമ്പോൾ വോണ്ട അവിടെ ലിപ്സ് ഇങ്ങനെ ടൈറ്റ് ആക്കുമ്പോൾ മാഡി പെട്ടെന്ന് ക്രൈ ഔട്ട് ചെയ്യാണ്, "സ്റ്റോപ്പ്." അപ്പോൾ മാഡി ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും they all feel ashamed. അപ്പോൾ മാഡി അത് she is imagining herself how she could have stopped earlier and she did not do at that time. അപ്പോൾ ഇപ്പോൾ she is imagining ഇനി നെക്സ്റ്റ് ടൈം ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പം മാഡി how she will react. She will say loudly, "Stop," and then everybody will feel ashamed like she used to feel. So this is what she always thinks about before going to sleep every day. Now it was Christmas time and there was snow on the ground. Christmas bells and small tree decorated the classroom. On the last day of school before the holidays, the teacher showed her class a letter she had received that morning. ഇപ്പോൾ ക്രിസ്മസിൻ്റെ സമയമാണ്, എല്ലാ സ്നോ ഉണ്ട് ഗ്രൗണ്ടിൽ, ആൻഡ് ദെൻ ദർ ആർ ക്രിസ്മസ് ബെൽസ് ആൻഡ് സ്മോൾ ക്രിസ്മസ് ട്രീസ് ദറ്റ് ആർ ഡെക്കറേറ്റഡ്. അങ്ങനെ ക്രിസ്മസ് ആയാൽ തന്നെ അവിടുത്തെ ഫുൾ ആ സിറ്റുവേഷൻ ഇങ്ങനെ ശരിക്കും പ്ലസൻറ്റായി മാറും അല്ലേ. അപ്പോൾ ആ സമയം ഫുൾ ഡെക്കറേഷൻസും പിന്നെ സ്നോ എവ്രിവെയർ സ്നോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അന്നത്തെ ഹോളിഡേയ്സ് തുടങ്ങാൻ പോകുന്ന അന്നത്തെ ലാസ്റ്റ് ഡേ സ്കൂളിൽ മോർണിംഗിൽ മിസ് മേസൺ ഇസ് റീഡിങ് ഔട്ട് showing a letter to the class that she received in the morning. You remember Wanda Petronsky, the gifted little artist who won the drawing contest? Well, she has written me and I am glad to know where she lives because now I can send her medal. I want to read her letter to you. അപ്പോൾ ആ ടീച്ചർ ചോദിക്കാൻ, "ഡു യു റിമെമ്പർ വോണ്ട പെട്രോൺസ്കി?" അപ്പോൾ കുട്ടികളോട് ചോദിക്കാൻ, "നിങ്ങൾക്ക് വോണ്ടനെ ഓർമ്മയുണ്ടോ? ആ നല്ലോണം വരച്ച് ഡ്രോയിങ് കോൺടെസ്റ്റിൽ ജയിച്ച കുട്ടി." അവളെ കാര്യമാണ് പറയുന്നത്. ആൻഡ് ആ കുട്ടി ഷി ഹാസ് റിട്ടൺ ടു മീ. അപ്പോൾ വോണ്ട ഹാസ് റിട്ടൺ ടു മിസ് മേസൺ. അപ്പോൾ മിസ് മേസൺ പറയാൻ, ഇപ്പോൾ എനിക്ക് സന്തോഷമായി. ഇപ്പോൾ വോണ്ട എന്നെ ലെറ്റർ എഴുതിയപ്പം അവളുടെ സെൻറ്റേഴ്സ് അഡ്രസ്സ് കിട്ടിയല്ലോ. അപ്പോൾ എനിക്ക് എന്തായാലും അവളുടെ മെഡൽ അവളുടെ അഡ്രസ്സിലേക്ക് അയക്കാൻ പറ്റും. അപ്പം ഷീ സെയിങ്, "ഐ വോണ്ട് ടു റീഡ് ദ ലെറ്റർ ടു യു ഓൾ." അപ്പോൾ വോണ്ട അയച്ച ലെറ്റർ ടീച്ചർക്ക് എല്ലാവർക്കും വായിച്ചു കൊടുക്കണം. ദ ക്ലാസ് സാറ്റ് അപ്പ് വിത്ത് എ സഡൻ ഇൻട്രസ്റ്റ് ആൻഡ് ലിസൺഡ് ഇൻറ്റെൻറ്റ്ലി. അപ്പോൾ എല്ലാവരും വേഗം ഇരുന്ന് ടെൻഷനിൽ കേൾക്കാണ് മിസ് മേസൺ വായിക്കുന്ന ലെറ്റർ. "Dear Miss Mason, how are you and room 13? Please tell the girls they can keep those 100 dresses because in my new house I have 100 new ones all lined up in my closet. I did like that girl Peggy to take the drawing of the green dress with the red trimming and her friend Maddie to have the blue one. For Christmas, I miss that school and my new teacher does not equalize with you. Merry Christmas to you and everybody. Yours truly, Wanda Petronsky." അപ്പോൾ ഇത്രയും ഒരു ടച്ചിങ് ആയിട്ടുള്ള ലെറ്ററാണ് വോണ്ട എഴുതിയത്. വോണ്ട ഫസ്റ്റ് അന്വേഷിക്കാൻ എല്ലാവർക്കും സുഖമല്ലേ, റൂം നമ്പർ 13 എല്ലാവർക്കും സുഖമല്ലേ. എന്നിട്ട് ഷീ സേയിങ് ആ റൂം നമ്പർ 13 കുട്ടികളോട് ആ 100 ഡ്രസ്സസ് അവരെന്നോ എടുത്തോട്ടെ ബിക്കോസ് നൗ ഷീ ഹാസ് 100 മോർ ഡ്രസ്സസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഷീ മസ്റ്റ് ഹാവ് പെയിൻറ്റഡ് മോർ ബ്യൂട്ടിഫുൾ ഡ്രസ്സസ് അല്ലേ. ആൻഡ് ദാറ്റ് ഷീ ഹാസ് ലൈൻഡ് അപ്പ് ഇൻ ദ ക്ലോസറ്റ്. അപ്പം നൗ ഷീ ഈസ് actually declaring what she used to mean when she was telling about this in the beginning അല്ലേ. അവളോട് എപ്പോൾ ചോദിക്കുമ്പോൾ അവൾ അതല്ല പറയാം, എൻ്റെ അടുത്ത് 100 ഡ്രസ്സസ് ഉണ്ട് ഓൾ ലൈൻഡ് അപ്പ് ഇൻ എ ക്ലോസറ്റ്. അപ്പോൾ അവളിപ്പോൾ എന്താ പറയുന്ന, ഈ 100 ഡ്രസ്സസ് നിങ്ങളെല്ലാവരും എടുത്തോളി, എൻ്റെ അടുത്ത് ഇനി പുതിയ 100 ഡ്രസ്സസ് ഉണ്ട് ഓൾ ലൈൻഡ് അപ്പ് ഇൻ എ ക്ലോസറ്റ്. എന്നിട്ട് അവൾ ഇനിയൊരു കാര്യം പറയാൻ, ഓൾ നേരത്തെ ഈ വരച്ച ഡ്രസ്സസിൽ അവർ കളിയാക്കിയില്ലായിരുന്നു, "നീ അന്നെ കാണാൻ ക്രിസ്മസ് ട്രീൻ്റെ പോലെ ഉണ്ടാവൂലേ" എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. ആ
ഗ്രീൻ കളർ ഡ്രസ്സ്, റെഡ് ട്രിമ്മിങ്സ് ഒക്കെ ഉള്ള ഡ്രസ്സ് അവൾ പറയാൻ അത് ആ പെഗി തന്നെ എടുത്തോട്ടെ ആ ഡ്രസ്സ്. പിന്നെ പെഗീൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ മാഡി, ആ മറ്റേ ബ്ലൂ ഡ്രസ്സ് അവൾ എടുത്തോട്ടെ മാഡി. അങ്ങനെ പെർട്ടിക്കുലറായിട്ട് പേരെടുത്ത് പറയാണ് പെഗീൻ്റെയും മാഡീൻ്റെയും. എന്നിട്ട് എല്ലാവർക്കും മെരി ക്രിസ്മസ് വിഷ് ചെയ്യാണ്. എന്നിട്ട് മിസ് മേസണിനെ പറ്റി പറയാൻ അവളുടെ പുതിയ സ്കൂളിലത്തെ ടീച്ചർ വന്ന് മിസ് മേസൻ്റെ ഒരു കാര്യത്തിലും ഒക്കൂല, മിസ് മേസൺ അത്രയും നല്ലൊരു ടീച്ചറാണെന്ന് ഷീ ഈസ് ടെല്ലിങ് ദാറ്റ് ആൻഡ് ഷീ ഈസ് വിഷിംഗ് മെരി ക്രിസ്മസ് ടു ഓൾ ദ ചിൽഡ്രൻ ആൻഡ് ഷീ ഈസ് സൈനിങ് ഓഫ് വോണ്ട പെട്രോൺസ്കി. On the way home from school, Maddie and Peggy held their drawings very carefully. അപ്പോൾ മാഡിയും പെഗിയും അവർക്ക് കിട്ടിയ ഡ്രോയിങ്സ് വന്ന് നല്ല കെയർഫുള്ളി ആയിട്ട് കൊണ്ട് തിരിച്ചു വരികയാണ്. All the houses had wreaths and holly in the windows. Outside the grocery store, hundreds of Christmas trees were stacked, and in the window, candy peppermint sticks and cornucopias of shiny transparent paper were strung. The air smelled like Christmas, and light shining everywhere reflected different colors on the snow. അപ്പോൾ ശരിക്കും ദ ക്രിസ്മസ് വാസ് ഇൻ ദ എയർ, കറക്റ്റ്. എങ്ങനെ എല്ലാ സ്ഥലത്തും ഫുൾ ഡെക്കറേഷൻ, ഫുൾ സ്നോ, ആൻഡ് ദെൻ എല്ലാ സ്ഥലത്തും റീത്സ് ഉണ്ട്. ആൻഡ് ദെൻ ദിസ് കോണിക്കോപ്പിയാസ് വന്ന് ഗോട്ടിൻ്റെ ഹോണിൻ്റെ ഷേപ്പിലുള്ളൊരു ബാസ്ക്കറ്റ്, അതിൻ്റെ ഉള്ളിൽ കുറേ ഫ്രൂട്ട്സും ഒരു അബണ്ടൻസിനെ കാണിക്കാനുള്ള ഒരു ഷോ പീസ് പോലത്തെ ഒരു സാധനം. അങ്ങനെ അവർ കുറേ ഡെക്കറേഷൻസും ക്രിസ്മസ് ട്രീയും പിന്നെ കുറേ ലൈറ്റ്സും, ഈ ലൈറ്റ്സിൻ്റെ വേരിയസ് കളേഴ്സ് ഫോളിങ് ഓൺ ദ സ്നോ, അത്രയും ഒരു നല്ലൊരു എവ്രിബഡി വാസ് ഗെറ്റിംഗ് റെഡി ഫോർ ക്രിസ്മസ്. ഓക്കെ, അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവർ കാണുന്ന ഒരു ദൃശ്യമാണ് ഇതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Boy, said Peggy, this shows she really likes us. It shows she got our letter and this is her way of saying that everything's all right and that's that. അപ്പം പെഗി ഇതൊക്കെ മനസ്സിലാക്കാണ്. ഇതിപ്പോൾ ശരിക്കും നമ്മളും സോറി പറഞ്ഞില്ലല്ലോ ലെറ്ററിൽ അന്വേഷിച്ചിട്ടല്ലേ ഉള്ളൂ എനിക്കൊക്കെ സുഖമാണോ അങ്ങനെയൊക്കെ അല്ലേ പറയാം. അപ്പോൾ അവളത് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. എന്നിട്ട് അവൾ റിപ്ലൈ ഇങ്ങനെ ചെയ്തിട്ട് പറയാണ് ഓക്കെ എവറിത്തിങ് ഈസ് ഫൈൻ. അത് റിപ്ലൈയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഹൗ ഷീ ഈസ് റിയലി ബോയ്, ശരിക്കും എത്ര നല്ല വേ ഓഫ് റെസ്പോണ്ടിങ് ആണ് ഇത്. ആൻഡ് ദെൻ ഷീ ഈസ് സെയിങ് ഇവളിപ്പോൾ നമുക്ക് ഈ റിപ്ലൈ ലെറ്ററിൽ മനസ്സിലാക്കാം നമ്മളെ ലെറ്റർ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നൗ എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ്, അതാണ് ഈ ലെറ്റർ കാണിക്കുന്നത്. I hope so, said Maddie sadly. She felt sad because she knew she would never see the little tight-lipped Polish girl again and couldn't ever really make things right between them. അപ്പോൾ മാഡിക്ക് ശരിക്കും ഓക്കെയാണ്, ഒരു സമാധാനം ഉണ്ട്. ഓക്കെ എവറിത്തിങ് ഈസ് ഫൈൻ നൗ. ആൻഡ് ബട്ട് ദെൻ പെഗി പറഞ്ഞ പോലെ തന്നെ ചിലപ്പം അവൾക്ക് നമ്മളൊക്കെ ഇഷ്ടം തന്നെ ആണ്. ബട്ട് ദെൻ സ്റ്റിൽ നമ്മൾ അവളെ നോവിച്ചതല്ലോ, ഒന്നും അവളെ കാണാൻ പറ്റൂലല്ലോ, ആ ഒരു സങ്കടം മാഡിക്കുണ്ട്. She went home and pinned her drawing over a torn place in the pink flowered wallpaper in the bedroom. Okay, now this is describing Maddie's bedroom. Maddie's bedroomന്റെ wallpaperൽ ഒരു pink flowered wallpaper ആണ്. അതിൻ്റെ ഒരു കുറച്ച് ഭാഗം കുറച്ച് കീറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ മാഡി ഈ പെയിൻറ്റിങ് ഒട്ടിക്കുകയാണ്. The shabby room came alive with the brilliancy of the colors. അപ്പോൾ മാഡിൻ്റെ ഷാബി റൂം, അപ്പോൾ മാഡിൻ്റെ ഷാബി റൂം തന്നെയാണ്, പക്ഷേ ഈ പെയിൻറ്റിങ് വെച്ചപ്പം നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് മാറി ഫുൾ റൂം തന്നെ. മാഡി സാറ്റ് ഡൗൺ ഓൺ ഹർ ബെഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ ഡ്രോയിങ്. ഷി ഹാഡ് സ്റ്റുഡ് ബൈ ആൻഡ് സെഡ് നത്തിങ് ബട്ട് വോണ്ട ഹാഡ് ബീൻ നൈസ് ടു ഹർ എനിവേ. അപ്പം മാഡി ആ പെയിൻറ്റിങ് അവിടെ വെച്ചിട്ട് പിന്നെയും അതന്നെ ആലോചിക്കാൻ, അവൾ വെറുതെ ഒന്നും പറയാതെ നിന്നല്ലോ. ബട്ട് ദെൻ വോണ്ട എത്ര നല്ല രീതിക്കാണ് പ്രതികരിച്ചത്. Tears blurred her eyes and she gazed for a long time at the picture. Then hastily she rubbed her eyes and studied it intently. The colors in the dress were so vivid that she had scarcely noticed the face and head of the drawing. But it looked like her. Maddie, it really looked like her own mouth. Why, it really looked like her own self. Wanda had really drawn this for her. Excitedly she ran over to Peggy's. അപ്പം ഇതൊക്കെ ആലോചിച്ചവൾ ഇങ്ങനെ സങ്കടമായിട്ട് ആ പിക്ചർ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ നോക്കിയപ്പോൾ അവൾ പെട്ടെന്നൊരു കാര്യം ശ്രദ്ധിച്ചു. ഇത്രയും നേരം അവൾ ഡ്രസ്സിനെ മാത്രമായിരുന്നു ശ്രദ്ധിച്ചത്, ആ ബ്രൈറ്റ് കളേഴ്സ് ഓഫ് ദ ഡ്രസ്സ് അതിനെ മാത്രം ശ്രദ്ധിച്ചുമായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് അവൾ ആ ഡ്രസ്സ് ഇട്ട മോഡലിൻ്റെ മുഖം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ശരിക്കും നോക്കുമ്പോൾ അത് മാഡിൻ്റെ മുഖമാണ് വോണ്ട വരച്ചിട്ടുള്ളത്. അത് മാഡി തന്നെയാണ്, ആ ഫുൾ മുഖമൊക്കെ മൗത്ത് ആൻഡ് എവറിത്തിങ്. ഇറ്റ് വാസ് മാഡീസ് ഫേസ്. വോണ്ട ഹാസ് ലിറ്ററലി
drawn Maddie, and this she used to like them. That's the meaning of that. No, ഇതൊക്കെ വോണ്ട പോണേനെ മുന്നേ വരച്ച സംഭവമല്ല. അപ്പോൾ തന്നെ മാഡീൻ്റെ മുഖമൊക്കെ വരച്ചെന്ന് അതിൻ്റെ അർത്ഥം എന്താണ്? വോണ്ടക്ക് മാഡീനൊക്കെ ഇഷ്ടമായിരിക്കും, അതുകൊണ്ടായിരിക്കും വോണ്ടൻ മാഡീൻ്റെ ഒക്കെ മുഖം വരച്ചത്. അപ്പോൾ മാഡിക്ക് ശരിക്കും ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി ഇത് കണ്ടപ്പോൾ, അവളുടെ മുഖം തന്നെ ആണെന്ന്. അപ്പോൾ വേഗം അവൾ പെഗീൻ്റെ അടുത്തേക്ക് പോയി. പെഗ്, ഷീ സെഡ്, ലെറ്റ് മീ സീ യുവർ പിക്ചർ. എന്നിട്ട് പെഗിനോട് പറയാം, വേഗം എൻ്റെ പിക്ചർ എനിക്ക് കാണിക്കി. വാട്ട്സ് ദ മാറ്റർ ആസ് പെഗി ആസ് ദേ ക്ലാറ്റഡ് അപ്പ് ടു ഹർ റൂം വെ വോണ്ടാസ് ഡ്രോയിങ് വാസ് ലൈങ് ഫേസ് ഡൗൺ ഓൺ ദ ബെഡ്. അപ്പോൾ അവർ വേഗം പെഗീൻ്റെ റൂമിലേക്ക് കയറിപ്പോയി. അവിടെ വോണ്ട തന്ന ഡ്രോയിങ് വന്ന് ഇങ്ങനെ കമത്തി വെച്ചിട്ടുണ്ട് ബെഡിൻ്റെ മേലെ. മാഡി കെയർഫുള്ളി റേസ്ഡ് ഇറ്റ്. അപ്പോൾ മാഡി അതിനെ കെയർഫുള്ളി പൊന്തിച്ച് നോക്കി. ലുക്ക്, ഷി ഡ്രൂ യു, ദാറ്റ്സ് യു, ഷി എക്സ്ക്ലെയിംഡ്, ആൻഡ് ദ ഹെഡ് ആൻഡ് ദ ഫേസ് ഓഫ് ദിസ് പിക്ചർ ഡിഡ് ലുക്ക് ലൈക്ക് പെഗി. അപ്പോൾ അത് നോക്കുമ്പോൾ ശരിക്കും അത് പെഗിൻ്റെ മുഖമായിരുന്നു ആ പിക്ചർ. ഇതുവരെ അവർ ഡ്രസ്സസ് മാത്രമായിരുന്നു ശ്രദ്ധിച്ചത്. ഇപ്പോഴാണ് ഇങ്ങനെ കുറേ നേരം ആ പിക്ചർ നോക്കുമ്പോൾ മുഖം കാണുമ്പോൾ അത് അവരുടെ മുഖം തന്നെയാണ്. പെഗിക്ക് കിട്ടിയ ഡ്രസ്സിൽ പെഗിൻ്റെ മുഖം, ആൻഡ് ദെൻ മാഡിക്ക് കിട്ടിയ ഡ്രസ്സിൽ മാഗിയുടെ മുഖം. What did I say? said Peggy. She must have really liked us anyway. അപ്പോൾ പെഗി പറയാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൾക്ക് ഇത്രയും നേരം നമ്മളോട് ദേഷ്യമൊന്നുമില്ല. ഇതിപ്പോൾ അവൾ പോണേന് മുന്നേ വരച്ച പിക്ചറല്ലേ, അപ്പോൾ അവൾക്ക് അപ്പളേ നമ്മളോട് ഇഷ്ടമാണ്. യെസ്, ഷി മസ്റ്റ് ഹാവ്, agreed Maddie, and she blinked away the tears that came every time she thought of Wanda standing alone in that sunny spot in the schoolyard, looking stolidly over at the group of laughing girls after she had walked off, after she had said, sure, 100 of them all lined up. അപ്പോൾ മാഡി പറയാ, യെസ്, ശരിക്കും അവൾക്ക് നമ്മളോട് ഇഷ്ടം തന്നെ ആയിട്ടുണ്ടാവും. But then every time that she thinks of Wanda, she has tears in her eyes, and she's thinking Wanda വന്ന് ഒറ്റയ്ക്ക് എല്ലാവരും അവളെ നോക്കി കളിയാക്കാണ്. എന്നിട്ട് ഓള് തിരിഞ്ഞ് പോവുകയാണ്. എൻ്റെ അടുത്ത് 100 ഡ്രസ്സസ് ഉണ്ട്, ഓൾ ലൈൻഡ് അപ്പ് ഇൻ ദ ക്ലോസറ്റ് എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞ് പോകുന്ന ആ രംഗം പിന്നെയും മാഡിൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പം ഇതിൽ ശരിക്കും നമ്മൾ ആലോചിക്കുമ്പം പെഗി വോണ്ടൊക്കെ എന്തു കണ്ടിട്ടായിരിക്കും മാഡിനോടും പെഗിനോടും ഒക്കെ ഇഷ്ടം ഉണ്ടാവുക? ഐ ഫീൽ മേ ബി ബിക്കോസ് ഇവർ മാത്രമായിരുന്നു വോണ്ടക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത കുട്ടികൾ അല്ലേ. കളിയാക്കാനായിക്കോട്ടെ, പക്ഷെ വെയിറ്റ് ചെയ്തിരുന്നല്ലോ. ഇവർ അത്രയെങ്കിലും കളിയാക്കാൻ വേണ്ടിയിട്ടെങ്കിലും വോണ്ടനെ ഒന്ന് നോട്ട് ചെയ്തിരുന്നല്ലോ. Otherwise she would have been just nobody would have noticed her in the corner she was, അല്ലേ. അപ്പോൾ ഇവളും വേനച്ചിട്ട് ഇങ്ങനെ പറയുന്നതാവും, സോ ദാറ്റ് ദേ ക്യാൻ ടീസ് ഹർ മോർ. അറ്റ്ലീസ്റ്റ് ആ വകയായിട്ട് ആരെങ്കിലും അവളെ നോട്ട് ചെയ്യുക, അവളെ കൂടെ സംസാരിക്കാൻ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ പെഗി ആൻഡ് മാഡി വെർ ഓൾവേസ് ഇൻ ഫ്രണ്ട് ഓഫ് ദറ്റ് ഗ്രൂപ്പ് നോ. അപ്പം എല്ലാവരെക്കാളും വോണ്ടക്ക് പെഗിനോടും മാഡിനോടും ആദ്യം ഒരു ഇഷ്ടം ഉണ്ടായിട്ടുണ്ടാവും. That is why she must have drawn their faces and gifted them the dresses. ഓക്കെ, സച്ച് എ നൈസ് ഹാർട്ട് ടച്ചിങ് സ്റ്റോറി. ഇപ്പോൾ ശരിക്കും ഇത് ഒരു സ്കൂൾ ലൈഫൊക്കെ പറയുമ്പോൾ നമ്മളെ സ്കൂളിൽ ഉണ്ടാവുമല്ലേ അങ്ങനെയല്ലേ, കുറേ കുട്ടികളുടെ ഇടയിൽ ഒരു കുട്ടി ഉണ്ടാവും അങ്ങനെ ആരൊന്നും മുണ്ടൂല, സൈഡിൽ നിൽക്കും. കുറേ കാരണം ഉണ്ടാവും. അതിൽ റിച്ചും പുവറും സർനെയിമും വരുന്ന ആവശ്യമൊന്നുമില്ല. ആ കുട്ടി ചിലപ്പോൾ പഠിക്കാത്ത കുട്ടിയാവും, ഒന്നും ആൻസർ പറയാത്ത, ഒന്നും മുണ്ടാത്ത അങ്ങനത്തെ കുട്ടികളുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്കൊരു പാഠം പഠിക്കാനുണ്ട്. എന്താണ്, ഇപ്പോൾ ഇങ്ങനെ ഒരു കുട്ടീനെ കളിയാക്കുമ്പം വി ഷുഡ് തിങ്ക്, അല്ലേ, ഈ അവസ്ഥ നമുക്കും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, വി മേ ഓൾസോ എൻഡ് അപ്പ് ബീങ് ഇൻ എ ഗ്രൂപ്പ് വെർ വി ആർ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്, അല്ലേ. അപ്പോൾ അവർ നമ്മളിങ്ങനെ ട്രീറ്റ് ചെയ്താൽ നമ്മൾ ഇഷ്ടപ്പെടുമോ? അപ്പോൾ അതും നമ്മൾ ആലോചിക്കണം. അപ്പോൾ ബിഫോർ വി മിസ്ട്രീറ്റ് സംബഡി എൽസ്, അല്ലേ, ബിഫോർ വി മേക്ക് ഫൺ ഓഫ് സംബഡി എൽസ്. മേക്ക് ഫൺ മീൻസ് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ വെൻ വി മേക്ക് ഫൺ, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. But when you're insulting somebody in front of everybody else, think twice before you do so. So this is a real great lesson that we get from this. Hope you all enjoyed. I really enjoyed. Okay, children. Bye.